മറ്റൊരു പുതിയ വീഡിയോയിലേക്ക്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരള സംസ്ഥാന സർക്കാരിന് കീഴിൽ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ക്ഷേമ പദ്ധതി പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ ഒരുപാട് പദ്ധതി പ്രവർത്തനങ്ങൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ അറിയാത്തതുകൊണ്ട് അപേക്ഷ നൽകാൻ കഴിയാതെ പോകുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഉപകരിക്കുമെന്ന രൂപത്തിലാണ് ഉപകരിക്കേണ്ടതുണ്ട് എന്ന തരത്തിലുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേരള ക്ഷേമ പദ്ധതി അനവധിയാണ്. ജനങ്ങളുടെ സുരക്ഷയും ജീവിതവും മെച്ചപ്പെടുത്തുന്നതിലേക്ക് സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവയെപ്പറ്റി വ്യക്തമായ ധാരണ പലർക്കും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അവ ഉപയോഗപ്പെടുത്താൻ ഒരുപാട് പേർക്ക് കഴിഞ്ഞിട്ടുമില്ല. ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, വയോജനങ്ങൾ, കുട്ടികൾ. അപ്പം ഇവർക്കെല്ലാം ഉപകരിക്കുന്ന വ്യത്യസ്തമായ പദ്ധതി പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ആ ഒരു പദ്ധതി പ്രവർത്തനങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം നമുക്ക് പറഞ്ഞു പോവാം. ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ആരെങ്കിലും ഓരോ പദ്ധതി പ്രവർത്തനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, ആദ്യം തന്നെ സ്ത്രീകൾക്കുള്ള പദ്ധതിയാണ് അഭയകിരണം എന്നൊരു പദ്ധതി. അഭയകിരണം എന്താണ് എന്ന് ചോദിച്ചാൽ, സ്വന്തമായി വീടോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു അഭയസ്ഥാനമോ ഇല്ലാത്ത വിധവകളായ സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്താനും അവരെ സംരക്ഷിക്കുന്നതിനും ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം എന്നത്. പദ്ധതി പ്രകാരം വിധവകളെ സംരക്ഷിക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതാണ് അഭയകിരണം എന്ന പദ്ധതി. ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കുന്ന അഗതികളായ സ്ത്രീകൾക്ക് 50 വയസ്സിന് മേൽ പ്രായം വേണം. വാർഷിക വരുമാനം 1 ലക്ഷത്തിന് താഴെയായിരിക്കണം. 1 ലക്ഷം കവിയാൻ പാടില്ല. ഇവർക്ക് പ്രായപൂർത്തിയായ മക്കളോ അല്ലെങ്കിൽ സർവീസ് പെൻഷനറോ ഫാമിലി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവരോ ആവാൻ പാടില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് മംഗല്യ എന്ന പദ്ധതി. ദാരിദ്ര്യരേഖ താഴെയുള്ള വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ എന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. ദാരിദ്ര്യരേഖ അഥവാ BPL ആയിട്ടുള്ള വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സർക്കാർ നൽകുന്ന 25,000 രൂപയുടെ ധനസഹായ പദ്ധതിയാണ് ഈ പറയപ്പെട്ടതുപോലെ മംഗല്യ എന്ന പദ്ധതി. വിധവകൾ നിയമപ്രകാരം വിവാഹമോചനം നേടിയവരായിരിക്കണം. ഭർത്താവ് ഉപേക്ഷിച്ച് 7 വർഷം കഴിഞ്ഞവർക്കും ഇതിനപേക്ഷിക്കാൻ സാധിക്കും. ഭർത്താവിനെ കാണാതായി 7 വർഷം കഴിഞ്ഞവർ എന്നീ വിഭാഗത്തിൽപ്പെടുന്ന ദാരിദ്ര്യരേഖ താഴെയുള്ള 18-നും 50-നും മധ്യേ പ്രായമുള്ളവരാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുന്നത്. അതുപോലെ പുനർവിവാഹം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുകയും വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനകം അപേക്ഷ നമ്മൾ എന്ത് ചെയ്യണം, സമർപ്പിക്കുകയും വേണം. എന്തിന്? മംഗല്യ എന്ന പദ്ധതിക്ക് വേണ്ടി. ഓക്കെ ആണല്ലോ. അടുത്ത പദ്ധതിയാണ് സഹായഹസ്തം എന്ന പദ്ധതി. എന്താണ് സഹായഹസ്ത പദ്ധതി എന്ന് ചോദിച്ചാൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണത്. ഇത് 2018 സെപ്റ്റംബർ 11 ഈ പദ്ധതി നിലവിൽ വന്നത്. സഹായഹസ്തം പദ്ധതിയിലൂടെ 30,000 രൂപ ഒറ്റത്തവണ സഹായമായിട്ട് അനുവദിക്കും. ഒരു ജില്ലയിൽ 10 പേർക്ക് വീതമാണ് നിലവിൽ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സഹായഹസ്തം എന്നുള്ള പദ്ധതി. സഹായഹസ്തം പദ്ധതിയുടെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും കൺവീനർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറും ആയിരിക്കും. വിധവകൾ അതുപോലെ തന്നെ വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിച്ചവർ എന്നിവരും ഈ പദ്ധതി മുഖാന്തരം ധനസഹായത്തിന് അർഹരാണ്. ഗുണഭോക്താവിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്നും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ. ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ സ്ത്രീകൾ റിലേറ്റഡ് ആണ്. ഇനി ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികളാണ്. ഒന്നാമതായിട്ടുള്ളത് വിദ്യാജ്യോതി എന്ന പദ്ധതിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി.
വിദ്യാജ്യോതി പദ്ധതി പ്രകാരം സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 40% അതിനു മുകളിലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ധനസഹായം ലഭിക്കും. 9-10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ 1000 രൂപ യൂണിഫോമിന്, പഠനോപകരണങ്ങൾക്ക് 1000 രൂപ, യൂണിഫോമിന് 1500 രൂപ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. +1 +2 പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് 2000 രൂപയും യൂണിഫോമിന് 1500 രൂപയാണ് കൊടുക്കുന്നത്. ഡിഗ്രി, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3000 രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ BPL വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. ഈ പറയപ്പെട്ട വിദ്യാജ്യോതി പദ്ധതിയിൽ ധനസഹായം ലഭിക്കുന്നതിന് വരുമാന പരിധി എന്ന് പറയുന്നത് മറ്റുള്ള പദ്ധതിയൊക്കെ നമ്മൾ 1 ലക്ഷം എന്ന് പറഞ്ഞു. ഇതിനങ്ങനെ 1 ലക്ഷം എന്ന പരിധിയില്ല. അപ്പോൾ വിദ്യാജ്യോതി കൂടാതെ തന്നെ മറ്റൊരു പദ്ധതിയാണ് വിദ്യാകിരണം എന്നത്. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം എന്നുള്ളത്. വിദ്യാകിരണം പദ്ധതി പ്രകാരം കുട്ടികൾക്ക് ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ 10 മാസത്തേക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. 1 മുതൽ 5 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കും 300 രൂപ, 6 മുതൽ 10 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് 500 രൂപ, +1 ITI തത്തുല്യമായിട്ടുള്ള മറ്റു കോഴ്സിലെ വിദ്യാർത്ഥികൾക്ക് 750 രൂപ, ഡിഗ്രി അതുപോലെ തന്നെ PG വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപ ഇങ്ങനെയാണ് സ്കോളർഷിപ്പായിട്ട് ഈ ഒരു 10 മാസത്തേക്ക് പെർ മന്ത് ആയിട്ട് കൊടുക്കുന്നത്. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ വൈകല്യത്തിൻ്റെ തോത് 40% മേലെ ആയിരിക്കണം. 40% അല്ലെങ്കിൽ 40% മേലെ ആയിരിക്കണം. ഒരു അപേക്ഷകന് 2 കുട്ടികൾക്ക് മാത്രമേ സ്കോളർഷിപ്പ് അനുവദിക്കുകയുള്ളൂ. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. മറ്റു പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുന്നവർക്ക് വിദ്യാകിരണം പദ്ധതി പ്രകാരം സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നില്ല. അടുത്ത പദ്ധതിയാണ്, 3ാമത്തെ പദ്ധതിയാണ് വിജയാമൃതം എന്നുള്ളത്. അഥവാ ന്യൂനതകളോട് പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാർക്ക് പ്രോത്സാഹനം എന്ന തരത്തിലാണ് ഈ വിജയാമൃതം എന്നുള്ള ക്യാഷ് പ്രൈസ് സർക്കാർ നൽകുന്നത്. ബിരുദ തലത്തിൽ ആർട്സ് വിഷയത്തിൽ കുറഞ്ഞത് 60% മാർക്കും ശാസ്ത്ര വിഷയങ്ങളിൽ 80% മാർക്ക് കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ